ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ MBA ആസ്പിറൻസിന് വേണ്ടി അല്ല എന്ന് ആദ്യം തന്നെ പറയുകയാണ്. ഇതിന്റെ റൈറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 11th 12th മെയിൻലി ഇപ്പൊ 12th പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് എടുത്തിരിക്കുന്ന ആൾക്കാർ, അതായത് 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസും ഡ്രോപ്പേഴ്സും ആണ് ഇത് മെയിൻലി കാണേണ്ടത്. പക്ഷെ എന്റെ മേജർ ഓഡിയൻസ് MBA എടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളോടുള്ള ഒരു അപ്പീൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഇപ്പൊ 12th പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇപ്പൊ ഒരു റിപ്പീറ്റ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് ഒരു പക്ഷേ ഇത് ഉപകാരപ്രദമായേക്കാം. പറയാൻ പോകുന്നത് IPM എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് തന്നെയാണ്. ഓൾറെഡി ഞാനൊരു 3-4 വീഡിയോ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടാവും. അതിൽ 1-2 ഇന്റർവ്യൂസ് ആണ് ഞാനിവിടെ പിന്ന് ചെയ്യാൻ 2 ഐ ബട്ടണിലുണ്ടാവും. ഒന്ന് ഷാഹിദ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ഡാഡ് തന്നെ കോഫൗണ്ടർ, ഒരു IPM ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഷാഹിദുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. 2 ഇപ്പൊ IPM അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഗായത്രി എന്ന് പറയുന്ന സ്റ്റുഡന്റുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ഈ 2 സാധനങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും എന്റെ ആ 2 വീഡിയോസിന് ലിങ്ക് കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IPM കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും. എന്താണ് IPM എന്ന് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്തുത മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള, ഇപ്പം ടെക്നോളജിക്ക് IIT-കളിൽ പോകുന്ന പോലെ, ഇപ്പം മെഡിക്കലിനാണെന്നുണ്ടെങ്കിൽ എയിംസിൽ പോകുന്ന പോലെ, അല്ലെങ്കിൽ ലോയിനാണെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ പോകുന്നത് പോലെ മാനേജ്മെന്റിന് PGക്ക് പോകാൻ വേണ്ടി, അതായത് MBAക്ക് പോകാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്സ് ആണ്. വേറെയും കുറച്ച് കോളേജുകളൊക്കെ ഉണ്ടെങ്കിലും IIMs എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ IIMസിൽ ഇതുവരെ നമ്മളൊരു UG കഴിഞ്ഞാൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ബേസിക്കലി ഒരു 3 വർഷം BA BSc BCom അല്ലെങ്കിൽ 4 വർഷത്തെ BTech MBBS BDS ബിഫാമോ ഫാംഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു PG ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ MBA എന്ന് പറയുന്നത്. പക്ഷെ IIM പുതിയൊരു അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരു ഡിഗ്രിക്ക് വേറൊരു UGക്ക് പോകാതെ നേരിട്ട് IIMൽ പ്രവേശനം തരുന്ന ഒരു പ്രോഗ്രാമാണ് IPM എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി MBA എന്ന് പറയുന്നത് ഒരു 2 വർഷത്തെ PG പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങൾ ഒരു 3 വർഷത്തെ ഡിഗ്രി ചെയ്തിട്ട് CAT എന്ന് പറയുന്ന വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ MBAക്ക് ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 വർഷം MBA ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു UGയും PGയും കിട്ടുന്നുണ്ടാവും. ബേസിക്കലി നിങ്ങൾ എന്താണോ ചെയ്തത്, BTech ആണ് ചെയ്തത്, BTech പ്ലസ് MBA. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ CAT എന്ന് പറയുന്ന ഈ പരീക്ഷ, അതായത് നിങ്ങളുടെ UG കഴിഞ്ഞിട്ട് എഴുതേണ്ട പരീക്ഷ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ തുടക്കത്തില്, അതായത് നിങ്ങളുടെ സ്കൂൾ കഴിയുമ്പോൾ നിങ്ങൾ JEE NEET ഒക്കെ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ CUET എഴുതുന്ന പോലെ, അല്ലെങ്കിൽ NCET എഴുതുന്ന പോലെ ഒരു പുതിയ പരീക്ഷ എഴുതണം. IPMAT എന്ന് പറയുന്ന പരീക്ഷ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IPMAT എന്ന് പറയുന്ന ഒരു എക്സാം എഴുതുക. ഈ എക്സാമിന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ CATന്റെ പോലെ ഒരു ചെറിയൊരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് IIMs അഡ്മിഷൻ തരികയാണ്. അപ്പൊ എങ്ങനെയാണ് അഡ്മിഷൻ തരുന്നത്? MBA എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള പ്രോഗ്രാമാണ്. ഇവര് തന്നെ 3 വർഷം നമുക്കൊരു ഡിഗ്രി തരുന്നുണ്ടാവും. ആ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ നേരിട്ട് CAT എഴുതാതെ തന്നെ നിങ്ങളെ MBA പ്രോഗ്രാമിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ CAT എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണ്ട. ഈ 5 വർഷം നമ്മൾ കോളേജ് കയറി കഴിഞ്ഞാൽ പിന്നെ 5 വർഷം നമ്മൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IIMസിൽ നിന്ന് തന്നെ നിങ്ങളുടെ UG ഡിഗ്രി, ഒരു BBA അല്ലെങ്കിൽ ഒരു BA ഫൗണ്ടേഷൻസ് ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു BA ഡിഗ്രി അല്ലെങ്കിൽ BBA ഡിഗ്രി കിട്ടും. അവിടെ തീർന്നില്ല, നിങ്ങൾക്ക് IIMലെ തന്നെ ഒരു MBA പ്രോഗ്രാമും കിട്ടും. അവിടെയും തീർന്നില്ല, 5 വർഷം കഴിയുമ്പോൾ ഈ ഏതെങ്കിലും ഡിഗ്രി ചെയ്തിട്ട് MBA ചെയ്ത് വരുന്ന ആൾക്കാരുടെ അതേ ജോലി സാധ്യതകളും അതേ പ്ലേസ്മെന്റും അതേ പാക്കേജും അതേ എക്സ്പോഷറും അതേ കരിയർ ഗ്രോത്തും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളൊരു 17-18 വയസ്സുള്ളപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് കയറി കഴിഞ്ഞാൽ 23 വയസ്സാവുന്ന സമയത്ത് തന്നെ ഇപ്പൊ IIM ഇൻഡോറിന്റെ ഒക്കെ ഒരു ആവറേജ് പാക്കേജ് ഒരു 25-27 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ ആവുന്നുണ്ടാവും. നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് 5 വർഷം കഴിയുമ്പോൾ അതൊരു 40 ലക്ഷമൊക്കെ ആവുന്നുണ്ടാവും. അത്രയും പാക്കേജും അത്രയും മികച്ച കമ്പനികളിലും നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ സമയം വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഈ IPM എന്ന് പറയുന്നത്. ഇനി IPMന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ എഗെയിൻ ഷാഹിദുമായിട്ടുള്ള വീഡിയോ കാണുക, ഗായത്രി ആയിട്ടുള്ള വീഡിയോ കാണുക, ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം. നിങ്ങൾ ഈ IPMന് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ 12th അല്ലെങ്കിൽ 12th കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണണം. അപ്പം എനിക്ക് പറയാനുള്ള വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ഫസ്റ്റ് 3 ഇയേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി ഇപ്പം ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോഡിങ്, കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്, കുറച്ച് ഈ പറയുന്ന ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാം, കുറച്ച് ഡ്രാമ, ആർട്സ്, അങ്ങനെയുള്ള പല സാധനങ്ങൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്സ്, ഒരുപാട് കോഴ്സസ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. എന്നിട്ട് ബേസിക്കലി ആ ഒരു 3 വർഷം കഴിയുന്ന സമയത്ത് യു വിൽ ബിക്കം എ മാസ്റ്റർ ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പല
ഡൊമൈൻസിനെ കുറിച്ചും വളരെ വ്യാപ്തിയിൽ ഒരു നോളജ് കിട്ടുന്നുണ്ടാവും. മാത്രമല്ല IIM തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് അടുത്തുനിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് CAT എഴുതാതെ നിങ്ങൾക്ക് MBAക്ക് കയറാനും പറ്റുന്നുണ്ടാവും. ഈ ഫസ്റ്റ് 3 years തന്നെ ഒരു കോർപ്പറേറ്റ് ഇന്റേൺഷിപ്പും ഒരു സോഷ്യൽ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു NGO ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് 3 years തന്നെ നിങ്ങൾക്ക് ഒരു സെമിസ്റ്റർ നിങ്ങൾക്ക് ഒരു ഫോറിൻ കൺട്രിയിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുത്ത് 1-2 വർഷം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്ത് 2 വർഷം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്ന് പിന്നീട് നിങ്ങളുടെ MBA കംപ്ലീറ്റ് ചെയ്യാം CAT എഴുതാതെ തന്നെ. മാത്രമല്ല നിങ്ങൾക്ക് ഇനി വിദേശത്ത് പോയി വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ MBA ചെയ്യണ്ട, എനിക്ക് ആ ഡിഗ്രി തന്നാൽ മതി, ഞാൻ പോയി വേറെ MBA പുറത്ത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ, അതായത് ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 3 വർഷം കഴിഞ്ഞിട്ട് ഉൾപ്പെടെയുള്ള ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാംസ് ഇൻ ദി കൺട്രി ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് IIM ഇൻഡോർ ആണ്. IIM ഇൻഡോർ ഇപ്പം 6-7 IIMs ഇപ്പം IPM നടത്തുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും ഓൾഡസ്റ്റ് IIM ഇത് നടത്തുന്നത് IIM ഇൻഡോർ ആണ്. അവർ തുടങ്ങിയ ഒരു 10-14 വർഷത്തോളമായിട്ട് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ദേ ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരുപാട് ബാച്ചുകൾ കഴിഞ്ഞിറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ IPMATന്റെ കോച്ചിങ് മലയാളം ലാംഗ്വേജിൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഡെഫിനറ്റ്ലി എത്രത്തോളം പാർട്ടിസിപ്പൻസ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും, എത്രത്തോളം ആൾക്കാരുണ്ടാവും എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു മലയാളത്തിലെ ബാച്ച് തുടങ്ങണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുക. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് വേണ്ട പോലെ കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ വിൽ ബി ഡൂയിങ് ദാറ്റ്. ആൻഡ് കഴിഞ്ഞ വർഷം IPMATന്റെ കോച്ചിങ് നമ്മൾ ചെറിയൊരു ബാച്ച് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദി റിസൾട്ട്സ് വെർ അസ്റ്റോണിഷിംഗ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത IIM ഇൻഡോറിലെ തന്നെ കുട്ടികളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. IIM ഇൻഡോറിലെ തന്നെ കുട്ടികളാണ് നിങ്ങൾക്ക് ഈ പറയുന്ന മെന്റർഷിപ്പ് തരിക. പക്ഷെ ഇതിനൊന്നും നിങ്ങൾ 5 പൈസ ചെലവ് ആക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ സ്റ്റാൻഡ്സ് ഫോർ. പക്ഷെ ഡെഫിനറ്റ്ലി വിൽ ബി പുട്ടിംഗ് സർട്ടൻ കണ്ടീഷൻസ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫോർമൽ കോച്ചിങ് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ യു ക്യാൻ ആക്സസ് ദി കണ്ടന്റ്. മെന്റർഷിപ്പ് ലെവലിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് കുറച്ചുകൂടെ ഈ പറയുന്ന നോർമൽ കോച്ചിങ് ആക്സസ് ചെയ്യാൻ അത്ര പൈസ ഇല്ലാത്ത ആൾക്കാർക്കോ മറ്റോ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുക. ഇനി IPM എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോഗ്രാം ആണ്. അപ്പൊ എങ്ങനെ ഇതിനെ ഫിനാൻസ് ചെയ്യുമെന്ന് ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാടധികം സ്കോളർഷിപ്പുകൾ ഉണ്ട്. നമ്മൾ തന്നെ ഓപ്പൺ ഡാറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ കോഴ്സിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭാഗികമായിട്ടൊരു ഫീസ് സ്പോൺസർ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഒക്കെ നമുക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. സോ ഇതെങ്ങനെ ഫിനാൻസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഒരു പ്രോഗ്രാം എടുക്കാതിരിക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു അപേക്ഷ. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇതിന്റെ അടിയിൽ ഞാനൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ടാവും, വെരി ഇമ്പോർട്ടന്റ്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ IPMATന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ IPM എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് നമ്മളുടെ കോച്ചിങ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അടുത്ത 5 ദിവസം മാത്രം ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ഡെഡ് ലൈനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അതിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദെൻ യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ദി ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ IPMAT കോച്ചിങ് പ്രോഗ്രാം. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ. എനിക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ ഇത് കാണുന്ന ആൾക്കാർ MBA ആസ്പിറൻസ് ആയിരിക്കും. ബട്ട് ഡു ഷെയർ ഇറ്റ് വിത്ത് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കസിൻസോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ നെയ്ബർഹുഡിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ ദം. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ വൺസ് അഗൈൻ. ബൈ.